ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് പപ്സ് ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉള്ളി വഴറ്റിയെടുക്കുന്നതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്, നമുക്ക് അതും കൂടെ ചേർക്കാം. ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഉള്ളി വഴണ്ടി കിട്ടുന്നതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് വലിയ ജീരകം പൊടിച്ച പൊടിയാണ്, പെരുംജീരകപ്പൊടി. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല 1/4 ടീസ്പൂൺ. കുറച്ച് പുതിനയില ചോപ്പ് ചെയ്ത് കൂടെ ചേർക്കാം. കുറച്ച് മല്ലിയില. അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 6 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാ സൈഡ്സ് ഒന്ന് കട്ട് ചെയ്യാം. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ഒന്നും കളയണ്ട, നമുക്ക് ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാൻ പറ്റും. ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുത്താൽ നമുക്ക് നല്ല ബ്രെഡ് ക്രംസ് കിട്ടും. ഇപ്പോൾ ഞാൻ ബ്രെഡെല്ലാം സൈഡ് ഭാഗം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ചപ്പാത്തി പലകയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. നമുക്കിതേ രീതിയിൽ ബാക്കി എല്ലാ ബ്രെഡ്സും ഒന്ന് പരത്തിയെടുക്കാം. ഞങ്ങൾ പരത്തി വെച്ച ബ്രെഡ് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് മൈദ ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് സൈഡ് ബാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നതിനായിട്ട് അത് വേണം. ഒരു 3 മുട്ട 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് മുട്ട വയ്ക്കാം. നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും കൂടെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. മൈദ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് ബൈൻഡിങ് ഏജൻ്റ് ആയിട്ടാണ്. കാരണം നമ്മളിപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒരുപാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൈദ തേച്ച് കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ 6 പീസും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ചെറിയൊരു ഇരുമ്പിൻ ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഇതുള്ള ഒരു കുഴിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് എണ്ണ നന്നായിട്ട് കിടന്ന് മുങ്ങി പൊരിഞ്ഞ് കിട്ടും. ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ പപ്സും പൊരിച്ചെടുക്കാം.
മതി. നമുക്കിനി ഇത് കോരിയെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അകത്ത് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അടുത്ത പപ്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.